ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നാം ചിന്തിച്ചു വരുന്ന വിഷയം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവൾ എന്ന് പറയുന്നത് സഭയാണ് ഉദ്ദേശിക്കുന്നത്. സഭ, മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതായ സഭ. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളെ ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി അവൾ സംസാരിക്കും. മരുഭൂമിയിൽ വെച്ച് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. സ്തോത്രം. വളരെ അനുഗ്രഹമായ ഒരു വാക്കാണത്. മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന്, മരുഭൂമിയിൽ വരണ്ട ഉണങ്ങിയ പാഴ് മരുഭൂമിയിൽ, ഊഷരമായ മരുപ്പറമ്പിൽ അവിടെ ഹൃദ്യമായി സംസാരിക്കുമെന്ന് പറയാൻ ഒരു സാധ്യതയുമില്ല. ഉഷ്ണക്കാറ്റുണ്ട്, ചുട്ടുപഴുത്ത മണലാരണ്യം, ഒരിറ്റ് വെള്ളം പോലുമില്ല, ഒരു തണൽ പോലുമില്ല. അവിടെ ഈ മണവാട്ടിയോട് ഹൃദ്യമായി സംസാരിക്കുമെന്ന് പറയുന്നത് എവിടെ നിന്ന് സംസാരിക്കും? ഒരു തണലില്ല അവിടെ, അവിടെ ഒരു കുളിർമയുമില്ല. പക്ഷേ ഹൃദ്യമായി സംസാരിക്കുമെന്ന് പറയുന്നത് അതൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് മാനുഷികമായ രീതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. മരുഭൂമിയാണ് ജീവിതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മരുഭൂമിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ വരൾച്ചകളുണ്ട്. വരൾച്ചകളും ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളും എല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങൾ നമുക്കുണ്ട്. പലതരത്തിൽ നമ്മുടെ കുടുംബത്തിൽ ക്ലേശങ്ങളുണ്ട്, പൈസയ്ക്ക് ഞെരുക്കങ്ങളുണ്ട്, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാരകമായ രോഗം വന്നിട്ട് മാറാത്തതായ കെടുതികളുണ്ട്, ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല, തൊഴിലില്ല, വരുമാന മാർഗമില്ല. അതല്ലെങ്കിൽ എല്ലാം ഉണ്ട്, ഭർത്താവും ഭാര്യയും നല്ല വരുമാനമുള്ളവരാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നല്ല ഒന്നാം തരം വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഉള്ളിൽ ചേർച്ചയില്ല, ഐക്യമില്ല, ഒരു മനസ്സില്ല, മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയാണ് ജീവിതം ഏതൊരാൾക്കും. നമുക്കെല്ലാവർക്കും അതെ, ജീവിതം മരുഭൂമിയാണ്. ഈ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റേറ്റ് വാടി അലയുന്ന ഈ മരുപ്പറമ്പിൽ നമുക്ക് ആശ്വാസം തരും യേശുക്രിസ്തുവിൻ്റെ വചനം. യേശുക്രിസ്തുവിൻ്റെ വചനം ആശ്വാസം തരും. അന്ന് ഈജിപ്തിൽ നിന്ന് പലസ്തീനിലേക്ക് ദൈവം നടത്തിക്കൊണ്ടുപോയ ജനം, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് ദൈവം നടത്തിക്കൊണ്ടുപോയ ജനം, ആ ജനം മരുഭൂമിയിൽ കൂടിയാണ് യാത്ര ചെയ്തത്. ആ മരുഭൂമി യാത്രയിൽ എന്തുമാത്രം ക്ലേശങ്ങളാണ് അവർക്ക് വന്നത്, എന്തെന്ത് പരാധീനതകളാണ് വന്നത്. ആഹാരം, അവരാഗ്രഹിക്കുന്ന ആഹാരം കിട്ടിയില്ല, അതിന് പെറുവിറുത്തു. വെള്ളമില്ല, അതിന് പെറുവിറുത്തു. വെള്ളം കണ്ടു, പക്ഷേ വെള്ളത്തിൽ കയ്പായിരുന്നു, അതിന് പെറുവിറുത്തു. എന്നും പരിഭവവും പെറുവിറുപ്പും ആവലാതിയും സങ്കടവും മാത്രം. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. എന്നും ഒന്ന് മാറി ദുരിതങ്ങൾ. ഒരിക്കലും സംതൃപ്തിയില്ല. സംതൃപ്തി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് വാസ്തവത്തിൽ സംതൃപ്തി ഉണ്ടോ? നിങ്ങൾ പറയും, സാറേ സംതൃപ്തി കുറവൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, എല്ലാം ഉണ്ടല്ലോ, ജീവിക്കാൻ മാർഗമുണ്ട്, ആരോഗ്യമുണ്ട്, പ്രശ്നമൊന്നുമില്ല, വലിയ രോഗങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല, ഒന്നും കുഴപ്പമില്ല, പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ അസംതൃപ്തികളുണ്ട്, ഏതോ ചില പോരായ്മകളുണ്ട്. എല്ലാവർക്കും അതെ. ഒരു മരുഭൂമിയുടെ വരൾച്ചയുണ്ട്, മരുഭൂമിയിലെ വരൾച്ച. ഈ മരുഭൂമിയിൽ, അത് ആ വരണ്ട മരുഭൂമിയിൽ, നനവിൻ്റെ ഒരു ആർദ്രത പോലും ഇല്ലാത്ത മരുഭൂമിയിൽ, ആ മരുഭൂമിയിൽ ക്രിസ്തു നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. ആ മരുഭൂമി നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലഭിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആനന്ദമുണ്ടാകും. ആകെ ദുരിതം പിടിച്ച ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കൊരു പ്രത്യേക അനുഭവം, സന്തോഷം ലഭിക്കും. അപ്പോൾ തന്നെ നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. എത്രയെത്ര യാതനകളിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് അല്ലേ? ഇതുവരെയുമുള്ള ജീവിതത്തിലേക്ക് നോക്കൂ. നാം ഉള്ളു തുറന്ന് സന്തോഷിച്ച അവസരങ്ങൾ എത്രയുണ്ട്? വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രം. ഉള്ളൊഴിഞ്ഞ് ആനന്ദിച്ച അവസരങ്ങൾ ചുരുക്കമേ ഉള്ളൂ. അല്ല, ഭാഗികമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകും, ചെറിയ സന്തോഷങ്ങൾക്ക് ഇല്ലെന്ന് പറയാനൊക്കെ ഇല്ല. പക്ഷെ എന്നാലും ഈ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുള്ളതായ സംതൃപ്തിയും സന്തോഷവും നമുക്ക് പലർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ അഴലാണ്ട് അലയുന്നത്, ദുഃഖിതനായി അലയുന്നത്. ഈ മരുഭൂമിയിൽ
നമുക്ക് സമാധാനത്തിനൊരു പോംവഴിയുണ്ട് എന്നതാണ് തിരുവചനം പറയുന്നത്. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ നമുക്ക് അലിവിനും ആർദ്രതയ്ക്കും നനവിനും ഒരു സാധ്യതയുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അത് അനേകം വിശുദ്ധന്മാരുടെ അനുഭവവുമാണ്. ഏതെല്ലാം പരാധീനതകളുണ്ടെങ്കിലും, പ്രയാസങ്ങളുണ്ടെങ്കിലും, ഞെരുക്കങ്ങളുണ്ടെങ്കിലും, പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രതിസന്ധികളുണ്ടെങ്കിലും, മനസ്സ് വാടി ഒലയുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിക്കി കയറി വന്നാലും അതിൻ്റെ ഇടയിൽ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് അത് വലിയൊരു സമാധാനമാണ്. ഞാൻ അവളെ മരുഭൂമിയിലേക്ക് വശീകരിച്ച് കൊണ്ടുപോയി. അവിടെ അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയിലേക്ക് വശീകരിച്ച് കൊണ്ടുപോയി. ക്രിസ്തുവിൻ്റെ ഒരു വശീകരണം ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ വചനം കേൾക്കാൻ പറ്റുന്നത്. ഒരു വശീകരണം, ക്രിസ്തുവിൻ്റെ ഒരു ആകർഷണം നമുക്കുള്ളത് കൊണ്ടാണ് വചനം കേൾക്കാൻ പറ്റുന്നത്. ക്രിസ്തുവിൻ്റെ ഒരു ആകർഷണമുണ്ട് നമുക്ക്. അനേകർക്ക് അത് കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് വചനം കേൾക്കാൻ വന്നു. നാം വിചാരിക്കുന്നു ചിലർ വന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, വരണം കേട്ടത് പറഞ്ഞു വന്നു, ശരി. അതല്ല, അതിനപ്പുറത്ത് ആർദ്രവനായ ക്രിസ്തുവിൻ്റെ ഒരു സ്വർഗീയമായ ആകർഷണം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ വരാനൊത്തത്. ഒരാകർഷണം, ക്രിസ്തുവിലേക്കുള്ള ഒരാകർഷണം. ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹാർദ്രമായ ഹൃദയത്തിൻ്റെ ഒരാകർഷണ ശക്തിയാണ് നമ്മൾ വലയം ചെയ്ത് നമ്മിങ്ങോട്ട് വലിച്ച് കൂട്ടിക്കൊണ്ട് വന്നത്. ആകർഷണം അതാണ് പിതാക്കന്മാർ പണ്ട് പാടിയത്. എന്നെ മയക്കി നിൻ നൽ സൗന്ദര്യാശ്ചര്യങ്ങളെന്ന്. നിൻ്റെ ആശ്ചര്യകരമായ സൗന്ദര്യം എന്നെ മയക്കി എന്നാണ് പറയുന്നത്. പിതാക്കന്മാർ നമസ്കാരത്തിൽ പറയും, എന്നെ മയക്കി നിൻ നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ. നിൻ്റെ ആശ്ചര്യകരമായ സൗന്ദര്യം എന്നെ മയക്കി, എന്നെ വശീകരിച്ചു, എന്നെ ആകർഷിച്ചു. എന്താ കാരണം? എനിക്ക് ആദ്യം കിട്ടിയത് മൂറോൻ്റെ നറുമണമാണ്. മൂറോൻ്റെ സുഗന്ധം, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധമാണ് കിട്ടിയത്. മൂറോൻ്റെ നറുമണം കിട്ടി. ആ മണം, സുഗന്ധം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ ഞാൻ ഓടി. ഭക്തൻ ഓടുകയാണ്, എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ളതായ ഒരു സുഗന്ധം, ഒരു പ്രത്യേക സ്നേഹത്തിൻ്റെ സുഗന്ധം, ഒരു സൗമ്യമായ സുഗന്ധം, ഹൃദയത്തെ വശീകരിക്കുന്നൊരു സുഗന്ധം, ഉള്ളത്തെ കുളിർപ്പിക്കുന്നൊരു സുഗന്ധം. എവിടെ നിന്നാണ് ഇത് വരുന്നത്? അത് അന്വേഷിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ സുഗന്ധം കിട്ടിയത്, അതിന് മുഖാന്തരമായത് വചനമാണ്. വചനം കേട്ടപ്പോഴാണ് സുഗന്ധം കിട്ടിയത്. വചനം കേട്ടു. നിൻ്റെ മൃദുലമോഹനമായ അധരങ്ങളിൽ നിന്ന് വാർന്നു വീഴുന്ന വചനം ഞാൻ കേട്ടു. സുന്ദരമായ അധരങ്ങളിൽ നിന്ന് ഈ മധുരതരമായ ആ തേനോലുന്ന വാക്കുകൾ ഞാൻ കേട്ടു. അതിൽ കൂടി എനിക്ക് ആ മൂറോൻ്റെ നറുമണം കിട്ടി, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം കിട്ടി. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നറിയാൻ ഞാൻ ഓടി ചെന്നപ്പോൾ ചിലരെ തടഞ്ഞു. വിട്ടിത്തല്ല ഇങ്ങനെ പോകുന്നത്, നീ ഇത്തിരി വിദ്യാഭ്യാസവും ഒരു കാര്യവരൊക്കെ ഉള്ളതിനാണെന്നുള്ള വിചാരിച്ചത്. എന്ത് മണ്ടത്തരം, സുഗന്ധം എന്ന് പറഞ്ഞ് ഓടുന്നു. മൂറിൻ്റെ നറുമണം, എന്ത് വെട്ടിത്തമാണിത്? അതിന് പോകേണ്ട കാര്യമില്ല. അതൊക്കെ വല്ല പാവപ്പെട്ടവരൊക്കെ പോട്ടെ, നിനക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. പലരും തടഞ്ഞു, ഭടന്മാരെന്നെ തടഞ്ഞു. പക്ഷേ ഞാൻ ഈ സുഗന്ധം എന്നെ വശീകരിച്ചതുകൊണ്ട് ഞാൻ അല്പം പോലും ചാഞ്ചല്യം വരാതെ ഞാൻ പിന്നെയും ഓടി, അവരെ വിട്ടോടി. ചെന്ന് ഞാൻ ഈ സുഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തി. എവിടെയാണ്? ഗോകുൽത്തായിലെ കുരിശിൽ സുഗന്ധത്തിൻ്റെ ഉറവിടം. ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന രൂപം ഞാൻ കണ്ടു. തിരുമാറു തുറന്നും തിരക്തം വാർന്നും ഞാൻ കണ്ടു. കർത്താവായ യേശുവിൻ്റെ തിരുമാറു തുറന്നും തിരക്തം വാർന്നും ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് അറിയാതെ ഞാൻ വിളിച്ചു പറഞ്ഞു പോയി, ആഘോഷത്തോടെ പറഞ്ഞു പോയി, കുരിശാൽ അടിയാരെ കാക്കുന്ന നാഥനായി സ്തോത്രം, ഹല്ലേലൂയ. ഈ കുരിശ് കൊണ്ട് ഞങ്ങളെ കാക്കുന്ന ദൈവമേ നിനക്ക് സ്തുതി എന്ന് ഞാൻ അറിയാതെ അട്ടഹസിച്ച് പറഞ്ഞു പോയി. നിൻമുറിവുകളിൽ നിന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, നിന്നതരങ്ങളോപട്ടിന്നോലോടൊത്തുള്ളു കാൺമാൻ വന്നോരെന്നെ പടർച്ചൂറ്റി ഗോകുൽത്തായിക്കവരെ വിട്ടോടി. നിന്മാർവു തുറന്നും രക്തവും വാർന്നും കണ്ടേൻ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം, ഹല്ലേലൂയ. അട്ടഹസിക്കുന്നേ
ഹല്ലേലൂയ എന്ന്, സ്തോത്രം ഹല്ലേലൂയ എന്ന് ഭക്തൻ അട്ടഹസിക്കുകയാണ്, ഉറക്കെ വിളിച്ച് പറയുകയാണ്. കാരണം ആർക്കും അവൻ തടയാൻ ഒക്കുകയില്ല. വലിയൊരു സന്തോഷം കണ്ടെത്തി, വലിയൊരു സൗഭാഗ്യം കണ്ടെത്തി. അതാണ് അടുത്ത 2 ലൈൻ. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്ചര്യങ്ങൾ നിസ്തുതി ദൈവസുതാ പാടാൻ സ്വരമിവനില്ലൊന്നും. നിന്റെ മഹത്വമേറിയ ആശ്ചര്യമായ സൗന്ദര്യം എന്നെ മയക്കി, എന്നെ ആകർഷിച്ചു, എന്നെ വശീകരിച്ചു. എന്നെ മയക്കി നിന്നൽ സൗന്ദര്യാശ്രയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് എന്നെ സ്നേഹിച്ച ഈ സ്നേഹത്തിന് സ്തുതി പാടാൻ എനിക്ക് നാവില്ലല്ലോ. നീ സ്തുതി ദൈവസ്തുത നിനക്ക് പാടാൻ, സ്തുതി പാടാൻ എനിക്ക് ഇന്നത്തെ നാവ് പോരല്ലോ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഭക്തൻ്റെ അനുഭവമാണ്. മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയി സംസാരിക്കുന്നു. ഇത് നാം ചിന്തിച്ച് വന്നപ്പോൾ നാം ആദ്യം ഒരു മരുഭൂമി കണ്ടു. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കണ്ടു, ഹാഗാർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോവുകയായിരുന്നു. ഹാഗാറിൻ്റെ മരുഭൂമിയിലെ അനുഭവം അത് നാം ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. ഒന്ന് സൂചിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ കൂടി ഹാഗാർ നിലവിളിച്ചുകൊണ്ട് പോവുകയാണ്. ഹാഗാറിന് അബ്രഹാമിൻ്റെ പ്രജയായ ഇസ്മായേൽ അവളുടെ കൂടെയുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഇസ്മായേൽ കൂടെയുണ്ട്. ഇസ്മായേൽ അബ്രഹാമിൻ്റെ മകനാണ്, പക്ഷേ സാറായിയുടെ മകനല്ല. ഹാഗാർ ഒരു ദാസിയാണ്, വേലക്കാരിയാണ്. വേലക്കാരിയായ ഹാഗാറിൻ്റെ മകനായി അബ്രഹാമിന് പിറന്ന ഇസ്മായേൽ കൂടെയുണ്ട്. ഒരു കരുണയും കൂടാതെ അബ്രഹാം ഇസ്മായേലിനെയും ഹാഗാറിനെയും മരുഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. എങ്ങോട്ടെങ്കിലും പോയിക്കോ, നിങ്ങൾ ജീവിക്കുക. കുറച്ച് വെള്ളം കൊടുത്തു, തുരുത്തിയിൽ ഒരു കുറച്ച് അപ്പം കൊടുത്തു, പൊതിയായിട്ട്. അതേ ഉള്ളൂ. വെള്ളം തീർന്നു. ഈ മരുഭൂമിയിൽ എങ്ങോട്ട് പോകും? മരുഭൂമിയിൽ കൂടി വാസ്തവത്തിൽ ഹാഗാർ വലഞ്ഞ് വിഷമിച്ച് പോവുകയായിരുന്നു. നമുക്ക് വായിക്കാം. 21-ാം അധ്യായം 14-ാം വാക്യം മുതൽ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. കുട്ടിയെയും കൊടുത്തു അവളെ ഹാഗാറിനോട് പറഞ്ഞു, നീ പൊയ്ക്കോന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ വേലക്കാരിയാണ്, ദാസിയാണ്. ഭാര്യ സാറ പറഞ്ഞതുകൊണ്ടാണ് ഈ ദാസിയെ ഭാര്യയായിട്ട് എടുത്തത്. അബ്രഹാം നിഷ്കരുണം ഹാഗാറിനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, മകനെയും കൊണ്ടുപോയിക്കോ. കുട്ടിയെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു. പിന്നെ അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ബെർശേബ മരുഭൂമിയിൽ കൂടി ഉഴന്നു നടന്നു. എങ്ങോട്ട് പോകേണ്ടു അറിയാൻ പാടില്ല. വീട്ടിൽ നിറക്കി വിട്ടു. ഇനി എങ്ങോട്ട് പോകേണ്ടു അറിയാൻ വയ്യ, വിഷമിക്കുകയാണ്. ഉഴന്നു നടന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും ലക്ഷ്യമില്ലാതെ ഉഴന്നു നടക്കുന്നവരാണ്. ഉഴന്നു നടക്കുന്നു, ഒരു ലക്ഷ്യമില്ല. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ആർക്കറിയാം? ഞാൻ എത്ര കാലം ഭൂമിയിൽ ജീവിക്കും ആർക്കറിയാം? ഞാൻ എന്തിനു ജീവിക്കണം അതും അറിയാൻ പാടില്ല. ആർക്ക് വേണ്ടി ജീവിക്കണം? എന്നെ കൂടി കഴിയുന്നുള്ളൊരു ആരും ഈ ഭൂമിയിലില്ല. എനിക്ക് എന്നും നിരാശയുള്ളൂ, എന്നും അസ്വസ്ഥതയുള്ളൂ, മനസ്സിന് സമാധാനമില്ല. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? എന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ ആരുണ്ട് ഈ ഭൂമിയിൽ? മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിന് എന്നെ വേണ്ട. എൻ്റെ മാതാപിതാക്കൾക്കോ എന്നെ വെറുപ്പാണ്, പുച്ഛമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നിനും കൊള്ളാത്തവൻ. ഇങ്ങനെ ഉഴന്നു നടക്കുന്ന ഹൃദയത്തോടുകൂടി പോകുന്ന അനേക ആളുകളുണ്ട്. ഉഴന്നു നടക്കുന്ന ഹൃദയം, മനസ്സ് നൊന്ത് വിങ്ങി പോകുന്നതായ അനുഭവം. ആരുണ്ടെനിക്ക്? ഏകാന്തതയുടെ യാതനയിൽപ്പെട്ട ഉഴലുന്ന മനുഷ്യർ എല്ലാവരും ഉണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ഒരു ഏകാന്തതയാണ്. ഞാനെന്ന് പറയുന്ന മനുഷ്യനാകോ ഏകാന്തതയുടെ ആ ഇരുണ്ട മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഒന്ന് ഉള്ളു തുറന്ന് പറയാൻ ആരുമില്ല, ഹൃദയം തുറന്ന് സംസാരിപ്പാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല. എല്ലാവരും സ്വാർത്ഥമതികൾ, അവരുടെ കാര്യം മാത്രം. എന്നെക്കുറിച്ചൊരു കരുതൽ ആർക്കുണ്ട്? കാര്യം അപ്പനെന്നെ സ്നേഹമാണ് ശരി, അമ്മയ്ക്ക് എന്നെ സ്നേഹമാണ് ശരി, അല്ല എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വിരോധം വൈരാഗ്യമൊന്നുമില്ല. എങ്കിലും എൻ്റെ തനതായ പ്രശ്നങ്ങൾ അവരറിയുന്നുണ്ടോ? എൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ മനസ്സ് നൊന്ത് കഴിയുന്ന അനേകം യുവജനങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അനേകം യുവാക്കന്മാർ ഇന്ന് ഫ്രസ്ട്രേറ്റഡ് ജനറേഷൻ എന്ന് പറയും. ഫ്രസ്ട്രേറ്റഡാണ്, നിരാശ കൊണ്ടിരിക്കുകയാണ് ഈ തലമുറ. നിരാശ കൊണ്ട തലമുറ, സ്വസ്ഥതയില്ല. അനേക യുവാക്കന്മാർ നമുക്ക് വിചാരിക്കും, നമുക്ക് തോന്നുന്നു എന്താ ഇവർക്ക് എന്താ കുഴപ്പം? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്താ കുഴപ്പം? അവരുടെ വീടും പരിസരമൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. ഞാൻ 33 കൊല്ലം സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം ചെറുപ്പക്കാരുടെ അവരുടെ ജീവിത രീതികളെല്ലാം.
അന്ന് ഞാൻ ഈ കുട്ടികളെയൊക്കെ ഇവരെന്തിനാ ഇങ്ങനെ നശിക്കണം ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തിന്? സുബോധമില്ലാത്തതുപോലെ ഓടുകയാണ്, സുബോധമില്ലാത്തതുപോലെ പരക്കം പായുകയാണ്, ഒരു ലക്ഷ്യബോധമില്ലാതെയാണ്. ക്ലാസ്സിൽ വരുന്നു, പക്ഷേ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. അവർ വേണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഏതാനും കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് അവർ ഉള്ളിലേക്ക് പോകും. പിന്നെ എപ്പോഴോ കയറി വരും. അറ്റൻഡൻസ് എടുക്കുമ്പോൾ അവരുണ്ടായിരിക്കും, അപ്പോൾ അറ്റൻഡൻസ് പോവില്ല. എന്ത് ദയനീയമായ സ്ഥിതി. ഒരവസരത്തിൽ ഞാൻ ഓർക്കുന്നു, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സെക്കൻഡ് ഡിഗ്രി ക്ലാസ്സിലായിരുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പിറകിൽ നല്ല ശ്രദ്ധയോട് ഇരിക്കുന്നു. ഞാൻ ഓർത്തു, ഇവന് എന്ത് ശ്രദ്ധ, എൻ്റെ ക്ലാസ് നല്ലപോലെ അപ്രീസിയേറ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഓർക്കുന്നു, അഭിജ്ഞാന ശാകുന്തള പഠിപ്പിക്കുന്നത്. അവൾ ക്ലാസ് നല്ല അവനെ ഇഷ്ടപ്പെട്ട് കാണും. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ സ്റ്റാഫിൽ വന്ന് പറഞ്ഞു, എന്താണ്ടേ അവിടെ ആ സെക്കൻഡ് ഡിഗ്രി ക്ലാസ്സിൽ ഒരു പയ്യനുണ്ട്, നല്ലപോലെ ശ്രദ്ധിച്ചു കേട്ടോ, എൻ്റെ ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്തു, എൻ്റെ മുഖത്ത് കണ്ണ് പറിച്ചില്ല. സാറുമാരെല്ലാവരും കൂട്ടച്ചിരി. അപ്പോൾ സാറിന് മനസ്സിലായില്ലെന്ന് ചോദിച്ചു എന്നോട്. അതെന്താ? അതേ, അവൻ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുകയാണ്, അവൻ സാറിനെ കാണുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവൻ വേറൊരു ലോകത്താണ്, ഒരു മായാലോകത്ത്. സാറിന് മനസ്സിലായില്ല അല്ലേ? അയ്യോ, എനിക്ക് മനസ്സിലായില്ല. അവൻ മായാലോകത്താണ്. വളരെ ശ്രദ്ധയോടിരിക്കുന്നവർ തോന്നും. ഇങ്ങനെ കണ്ണ് പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു അല്പം പോലും ശ്രദ്ധ മാറുന്നില്ല, ഇവ വെട്ടുന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ വേറൊരു ശക്തി വന്നിരിക്കുകയാണ്, കഞ്ചാവിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, അനേകം യുവാക്കന്മാർ നശിക്കുകയാണെന്ന് അനേകം യുവാക്കന്മാർ, യുവതലമുറ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ടെന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ യുവജനങ്ങളെ നേർപ്പാതയിൽ നടത്താൻ, നമ്മുടെ യുവാക്കന്മാരെ സ്നേഹത്തിലും സത്യത്തിലും നയിക്കാൻ, അവർക്ക് മധുരതരമായ സ്നേഹ സന്ദേശങ്ങൾ കൊടുത്ത് അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ. ക്രിസ്തുവിന് കിട്ടിയാൽ ഭാഗ്യമാണ്. ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്തുവിന് കിട്ടിയാൽ മഹാഭാഗ്യമാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ കിട്ടണം. ഇന്ന് പലരും ഈ ക്രിസ്തുവിനെ കിട്ടുക എന്ന് പറയുന്നത് അത് സ്വർഗ്ഗരാജ്യത്തിൽ പോകാനായിട്ടാണ്. സ്വർഗ്ഗരാജ്യത്തിൽ പോവുക, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? സ്വർഗ്ഗരാജ്യത്തിൽ പോവുക, മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ പോകണം, അതിന് യേശു വേണം. അതല്ല ലക്ഷ്യം. നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? സ്വർഗ്ഗരാജ്യത്തിൽ പോകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. എനിക്ക് യേശു വേണം, എനിക്ക് യേശുവിനെയാണ് വേണ്ടത്. എനിക്ക് ദൈവരാജ്യത്തിൽ പോകുക എന്നുള്ളതല്ല, എനിക്ക് ആത്മീയ ലോകത്ത് സമാധാനമായി സൗഖ്യമായി ജീവിക്കുക എന്നുള്ളതല്ല. അതെല്ലാം പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടത്, ആഴമായി ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യം, എനിക്ക് ക്രിസ്തു വേണം, യേശു ക്രിസ്തു എനിക്ക് വേണം. ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ വരണം, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണം, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വരണം, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണം. ഞാൻ ക്രിസ്തുമയമായി തീരണം. വൺ വിത്ത് ജീസസ്, യേശുവിനോട് ഒന്നായി തീരുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? യേശുവിനോട് ഒന്നായി തീരണം. യേശുവും ഞാനും രണ്ടല്ല. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നെ യേശു നിയന്ത്രിക്കുന്നു, എൻ്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുന്നു, എൻ്റെ ഓരോ നിമിഷവും യേശു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, ഭരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ യേശു നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഓരോ ചുവടുവെപ്പിലും യേശു എന്നോടുകൂടെ നിൽക്കുന്നു. പരീക്ഷ എഴുതാൻ പരീക്ഷാഹോളിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, യേശു എൻ്റെ കൂടെ പോരുന്നു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ പ്രസന്നതനായി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോഴേക്കും ചിലതൊന്നും എനിക്ക് അറിയാൻ വയ്യെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് പെട്ടെന്ന് യേശു എൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും ഇതാ പെട്ടെന്ന് ഓർമ്മ തെളിയുന്നു, ബുദ്ധി തെളിയുന്നു. പിന്നെ എഴുതാൻ തുടങ്ങുമ്പോൾ എല്ലാം ക്ലിയറായിട്ടെല്ലാം എഴുതാൻ പറ്റുന്നു. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്, ക്രിസ്തു കൂടെ ഉണ്ടായെന്നുള്ള രീതിയിൽ. ചടങ്ങിലുള്ള പ്രാർത്ഥനകൾ പോയെന്ന് ഞാൻ പറയും. ചടങ്ങിന് പള്ളിയിൽ പോയാലും പ്രാർത്ഥിച്ചാലും അതൊന്നും പോരാ. അതിനപ്പുറത്ത് ക്രിസ്തുവുമായി ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണം. ക്രിസ്തുവുമായി ഒരു അടുത്ത ബന്ധം നിങ്ങൾക്ക് വേണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ആകുലങ്ങളും അപരാധികളൊക്കെ വന്നിട്ട് മാറാത്തതിന് കാരണം അതാണ്, ക്രിസ്തു ഇല്ല. എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, വേദപുസ്തകജ്ഞാനമുണ്ട്, ആരാധന സൗകര്യങ്ങളുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്, കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ ക്രിസ്തുവുമായി ഒരു സജീവമായ ബന്ധം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരമായ കാര്യം. ക്രിസ്തുവുമായി ബന്ധം. നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനൊക്കെയാണ് നിങ്ങൾ ക്രിസ്തു അടുക്കൽ ഉണ്ടാകത്തക്കാണ് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ഭാവത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടു കൂടി ജീവിക്കണം. ക്രിസ്തു കൂടെയുണ്ട്. ഹാഗാർ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു, അലഞ്ഞു നടക്കുന്ന പാവം സ്ത്രീ. ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും ആ മരുഭൂമിയിൽ കൂടി അഴന്നു നടക്കുന്ന ഹാഗാർ അവിടെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ മോനെ അവിടെ കിടത്തിയിട്ട്, പാവം ഇസ്മായിൽ തളർന്നു കഴിഞ്ഞിരുന്നു, ബാല്യക്കാരൻ തളർന്നു കഴിഞ്ഞിരുന്നു. മോനെ അവിടെ കിടത്തിയിട്ട്
അമ്മ മാറിയിരുന്ന് ഏങ്ങലടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. വായിക്കാം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തെ ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ പാവം എൻ്റെ മോൻ കരയുന്നത്, അയ്യോ അവൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അമ്മ കരയുകയാണ്. അപ്പോൾ ഇസ്മായേലിൻ്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. പിന്നെ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ദൈവത്തിൻ്റെ മാലാഖ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ഹാഗാറേ നിനക്ക് എന്ത് പറ്റി? എന്താണ്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ബാലനിരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. മാലാഖ പറയുകയാണ്, ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ അഴലാണ്ട് ഉഴലുമ്പോൾ, ഏകാന്തതയിൽ അലയുമ്പോൾ, മനസ്സിൽ സ്വസ്ഥതയില്ലാതെ വിഷമിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ അനേകം ഭാരങ്ങളും ക്ലേശങ്ങളുമായി നിൻ്റെ മനസ്സ് ഉഴലുമ്പോൾ, അപ്പോൾ നിൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. ബാലൻ്റെ നിലവിളി യഹോവ കേട്ടിരിക്കുന്നു. ദൈവം കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് മാനിക്കുന്നൊരു ദൈവമുണ്ട്. കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. പിന്നെ നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. സ്തോത്രം. കരയുന്ന ബാലനെ നീ ചെന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. അവനെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. ഈ ചെറിയ യാത്ര കൊണ്ട് തീരില്ല അവൻ്റെ ജീവിതം. ഈ ചെറുപ്രായത്തിൽ വെച്ച് തീർച്ചയാമുള്ളത് അല്ല എൻ്റെ ജീവിതം. അവൻ്റെ ജീവിതം വളരെ ഉന്നതമായ, ശ്രേഷ്ഠമായ, ശോഭനമായ ഭാവിയിലേക്ക് കുതിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതം ഇപ്പോഴത്തെ ഈ അലസിലും വലസിലും കൊണ്ട് തീരാനുള്ളതല്ല. അതിമനോഹരമായ, അത്യന്തം ശോഭായമാനമായ ഒരു ഭാവി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് പക്ഷേ രോഗം നിങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കും. ഇന്ന് പൈസയ്ക്ക് ഞെരുക്കമായിരിക്കും. കടം വന്ന് മൂടിയിരിക്കും. കൊടുത്തു തീർക്കാൻ വക ഇല്ലായിരിക്കും. ആവശ്യങ്ങൾ കാര്യങ്ങളും നടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വിഷമിക്കുകയായിരിക്കും. ഇന്ന് പലരിൽ നിന്നുള്ളതായി ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. വീട്ടിൽ സ്വൈര്യമില്ലാതെ നിങ്ങൾ അഴലുന്നവരായിരിക്കും. പക്ഷേ കേൾക്കൂ, ബാലൻ്റെ നിലവിളി യഹോവ കേട്ടിരിക്കുന്നു. നിലവിളിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ആവശ്യഭാരങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ നമ്മെ കാണുകയും നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ അരിയിലേക്ക് വരികയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം സജീവമാണ്. അങ്ങങ്ങാണ്ട് ദൂരെ ദൂരെ ഇരിക്കുന്ന ഒരു വലിയൊരു മൂർത്തിമദ്ഭാവം, ഒരു ആകാരമല്ല ഈ ദൈവം. ആകാരം വെച്ചാൽ ആകൃതി, അതല്ല ദൈവം. ദൈവം നമ്മുടെ തൊട്ടടുത്ത് വന്ന് നമുക്ക് സ്വസ്ഥത തരുന്ന ദൈവമാണ്. നമ്മെ തലോടുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് തുടച്ചു തരുന്ന ദൈവമാണ്. സ്തോത്രം. എന്ത് മനോഹരമാണ് ഈ ക്രിസ്തീയ ജീവിതം. എന്ത് സുന്ദരമാണ് ക്രിസ്തീയ ജീവിതം. പാട്ടുകാരൻ പാടി, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് ക്രിസ്തു വരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിനോട് വാക്ക് പറയുക. യേശുവേ, ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. പറയുമോ നിങ്ങൾ?
യേശുവിനോട് നിങ്ങൾ പറയുമോ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, യേശുവേ ഇത്രയും കാലം ഞാൻ നിന്നെ അറിയാതെ ജീവിച്ചു, അറിഞ്ഞെങ്കിലും നിന്നെ അറിയാത്തതുപോലെ ഞാൻ ജീവിച്ചു, പാപത്തിന് അടിമയായി ജീവിച്ചു. എന്നാൽ ഇന്ന് ഞാനിതാ ഈ നിസ്സാര ജീവിതം, ഞാനും എനിക്കുള്ളതെല്ലാം നാഥ നിൻ്റെ കൈകളിലേക്ക് ഞാൻ കൈമാറുന്നു. കർത്താവേ, നിൻ്റെ സ്വർഗീയ നിക്ഷേപം എൻ്റെ പേരിൽ നീ തരുന്നതിന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ കർത്താവേ നിൻ്റെ അടിമയായിരിക്കും, നിൻ്റെ ദാസനായിരിക്കും, നിൻ്റെ സ്വന്തമായിരിക്കും. നാഥ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായിരിക്കും. തീരുമാനിക്കൂ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും പുതിയ സമർപ്പണത്തിലേക്ക് നയിക്കണമേ. നിത്യജീവൻ്റെ ഉറപ്പ് എല്ലാവർക്കും നൽകണമേ. രണ്ടാമത്തെ ഒരുവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ യാചിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ.